Hi everyone, welcome back to our English class. Anwar Miss ആണ് കൂടുതൽ പറയണ്ടല്ലോ. Yes, ഇവിടെ തലക്കെട്ട് കണ്ടാൽ നിങ്ങൾക്കറിയാം മിസ്സിന് എന്തുമായിട്ടാണ് വന്നതെന്ന്. സോ എഡിറ്റിംഗ് ആണ് ഇന്ന് നമ്മുടെ സബ്ജക്റ്റ്. എഡിറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടോ? കാണുന്ന സമയത്ത് നമ്മളേക്കും എഡിറ്റിംഗ് എന്താണ് ജസ്റ്റ് ഒരു അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് 3-4 വേർഡ്സ് തെറ്റിച്ച് തന്നിരിക്കുന്ന ഒരു ടാസ്ക് ചെയ്യാൻ പോയ എന്നും നമുക്ക് തോന്നും നല്ല ഒന്നാന്തരം പാരയാണല്ലോ, ഒന്നാന്തരം ചോറാണല്ലോ എന്ന്. കാരണം എത്ര ചിന്തിച്ചാലും എന്താണ് നമുക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. എന്തുകൊണ്ടാണ്? വൈ ഡോണ്ട് വി അണ്ടർസ്റ്റാൻഡ് എഡിറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്? ബിക്കോസ് വി ഡോണ്ട് നോ ദ റൂൾസ് ഹൗ ടു ഡു എഡിറ്റിംഗ്. നമുക്കൊരു എഡിറ്റിങ്ങിന്റെ ചോദ്യം അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നില്ല. അതുകൊണ്ടാണ് എഡിറ്റിംഗ് പലപ്പോഴും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പൊ നമ്മൾ ആദ്യം ഇന്ന് പഠിക്കുന്നത് നിങ്ങളുടെ പാഠത്തിൽ നിന്നുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് നേരിട്ട് പോകുന്നതിന് മുൻപ് ഇപ്പം മിസ് നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത് എങ്ങനെയാണ് എഡിറ്റിംഗ് എന്നുള്ള ചോദ്യം ചെയ്യേണ്ടത്, എന്തൊക്കെ റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്യണം, എങ്ങനെയാണ് തെറ്റുകൾ കണ്ടുപിടിക്കാം. ഈ എഡിറ്റിംഗ് എന്നുള്ളത് 6ാം ക്ലാസ്, 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് തീർന്നിട്ടില്ല. 11ാം ക്ലാസ്, 12ാം ക്ലാസ്, 7 കൊല്ലം നിങ്ങളെ കൂടെ ഇനിയുണ്ട്. കുരിശാണ്, വൻ കുരിശ് അല്ലേ? 4 മാർക്കിന്റെ കുരിശാകും, ചിലപ്പോൾ 3 മാർക്കിന്റെ കുരിശാകും. പോയാ പോയി, A+ പോലെ പോവും. സോ എന്ത് ചെയ്യണം? നമ്മള് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് പോകണം. അപ്പോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ കുറച്ച് പോയിന്റ്സ് അല്ലെ? എത്ര പോയിന്റ്സ് ഉണ്ട് ഇവിടെ? 1 2 3 4 5 6. ഈ 6 പോയിന്റ്സ് എന്ത് ചെയ്യാം ഇപ്പൊ നിങ്ങൾ പഠിക്കാം. മിസ് പറഞ്ഞുതരാം. ആദ്യത്തെ പോയിന്റ് എന്താണ്? സിംഗുലറും പ്ലൂറലും ആണ്. സിംഗുലറും പ്ലൂറലും പറഞ്ഞാൽ നമുക്കറിയാം. സിംഗുലർ ഏകവചനം, ഞാൻ നല്ല കുട്ടിയാണ്, ഏകവചനം. നീ മഹാമോശാന്ന് പറഞ്ഞാൽ അവൾ എന്ത് പറയും? ഏകവചനം വേണ്ട, ബഹുവചനം മതി, നമ്മളെല്ലാവരും മോശം. സോ ബഹുവചനം എന്താണ്? പ്ലൂറൽ, ഒരുപാട് പേരും, 2ൽ കൂടുതൽ. അപ്പൊ സിംഗുലറും പ്ലൂറലും എന്താ എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കും. ഗോട്ട് ഇറ്റ്? യെസ്. നെക്സ്റ്റ് വൺ, സിംഗുലർ പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് അതിന് തൊട്ടടുത്തുള്ള വേർബ് തരുന്ന ഫോർമാറ്റ് നമ്മൾ നോക്കണം. ഓക്കെ, മിസ് പറയാം. ഷീ ഈസ് എന്നാണ് വരേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറയാണ് ഷീ ആർ റൈറ്റിംഗ്, അവൾ എഴുതുന്നു. She are writing. She are writing. That is wrong. It should be she is. She എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റ് ഒരാളാണ്. She എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റ് കഴിഞ്ഞാൽ is എന്ന് പറയുന്ന ഓക്സിലറി വെർബ് എന്ത് ചെയ്യണം? അവിടെ വരണം. അപ്പൊ അതെന്താണ്? സിംഗുലർ സബ്ജക്റ്റ് ശേഷം ആർ വരാൻ പാടില്ല. ആർ എന്താണ്? They are. അല്ലേ? They are ആണെന്ത്? ആർ. So next one, I am. I am talking. I am taking class now. ഞാനിപ്പോ ക്ലാസ് എടുത്തോണ്ടിരിക്കുക. ശരിയാണ്, ഞാൻ ഡാൻസ് ചെയ്യല്ല. I am taking class. ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാൻ പറ്റുമോ? I is taking class. I are taking class. I has taking class. No, it's wrong. It is wrong. Actually, absolutely wrong. എന്ത് വരണം? I am. അതിനിപ്പോ ഇങ്ങളായാലും നമ്മൾ അമേരിക്കയിൽ പോയാലും ആഫ്രിക്കയിൽ പോയാലും ഉഗാണ്ടയിൽ പോയാലും ഏത് അന്റാർട്ടിക്ക പോയാലും I വന്ന am വരണം. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഐ ഈസോ ഐ ഹാസ് ഒന്നുമല്ല. ഐ ആം ടേക്കിംഗ് ക്ലാസ്. മിസ് ക്ലാസ് എടുത്തോണ്ടിരിക്കുക. സോ ദാറ്റ് ഈസ് സബ്ജക്റ്റിനനുസരിച്ച് വേർബ് എന്ത് ചെയ്യണം? കറക്റ്റ് നമ്മൾ കൊടുക്കണം. എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. നെക്സ്റ്റ് വൺ, ക്യാപിറ്റൽ. ക്യാപിറ്റൽ ലെറ്ററിന് 2 റൂള്. 2 തിങ്സ് വി ഹാവ് ടു റിമെമ്പർ. ദ ഫസ്റ്റ് തിങ്, നമ്മൾ ഈ സെന്റൻസ് തുടങ്ങുന്ന സമയത്ത് വി ഷുഡ് യൂസ് ക്യാപിറ്റൽ. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യണം. സെക്കൻഡ് തിങ്, when we pronounce a proper noun, when we write a proper noun, for example എന്റെ പേര് എടുക്കാം, അൻവറ. A should be capital. മമ്മൂട്ടി, M should be capital. മെസ്സി, M should be capital. Xylem proper noun ആണ്, X should be capital. ക്രിസ്ത്യാനോ റൊണാൾഡോ, C should be capital. ഷാറുഖ് ഖാൻ, A should be capital. അമേരിക്ക proper noun ആണ്, it should be capital. Netherlands, it should be capital. Finland, it should be capital. So proper noun എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ലെറ്റർ it should be in capital. സെന്റൻസ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ലെറ്റർ should be in capital. അതാണ് ക്യാപിറ്റൽ ലെറ്ററിന്റെ 2 റൂള്. സെറ്റ്. നെക്സ്റ്റ് വൺ, 2 plus base form of the verb. It's very interesting. 2 plus base form of the verb എന്ന് പറഞ്ഞാൽ I am going to dance. ഞാൻ ഡാൻസ് ചെയ്യാൻ പോവാണ്. I am going to dancing. I am going to danced. It is wrong. I am going to dance. 2 plus dance. I am going to see my friend. To see. Not I am going to saw my friend. എല്ലാം
ടു എന്ന് പറഞ്ഞാൽ ടു എന്ന് പറയുന്ന ഇൻഫിനിറ്റ് കഴിഞ്ഞാൽ V1 form of the verb ആണ്. I'm going to play. I'm going to eat. I'm going to study. I'm going to watch. I'm going to dance. I'm going to talk. I'm going to take my shower. എന്ത് വരണം? V1 വരണം. Verb present tense വരണം. ഓക്കെ. അടുത്തത് പ്രിപ്പോസിഷൻസ് ഒരുപാടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അടുത്തത് ടെൻസ് നോക്കണം. ഒരുപാട് സെന്റൻസസ് ഉണ്ട്. നിങ്ങൾ നോക്കണം, നിങ്ങൾക്ക് തരുന്ന എക്സാമ്പിൾ മുഴുവൻ എന്തിലായിരിക്കും? ഒരു ടെൻസിലായിരിക്കും. ഒരു സെന്റൻസിൽ ഒരു വേർബ് മാത്രം ചിലപ്പോൾ പ്രസന്റ് ടെൻസ് തന്നിട്ടുണ്ടാവും, ബാക്കിയൊക്കെ പാസ്റ്റ് ടെൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആ സെന്റൻസ് ഒരുപാട് പ്രാവശ്യം വായിക്കണം. അപ്പൊ നമ്മൾ മനസ്സിലാവും. അടുത്തതാണ് ആർട്ടിക്കിൾസ്. എ ആൻഡ് ദ. എ നമ്മൾ എന്തിനു ഉപയോഗിക്കും? കൺസണന്റ് സൗണ്ടിന് ഉപയോഗിക്കും. ആൻഡ് നമ്മൾ എന്തിനു ഉപയോഗിക്കും? വോവൽ സൗണ്ടിന് ഉപയോഗിക്കും. ദ നമ്മൾ എന്തിനു ഉപയോഗിക്കും? സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. സെറ്റ് സെറ്റ്. ഇനി ഇവിടെ ക്വസ്റ്റ്യൻസ് നോക്കാം. You are from different families, societies and communities. Sometimes have you faced many struggles and obstacles? Who have helped you on such situations? In Cinderella's life, a fairy helped she to change her fortune. But in real life, can we expect fairies to help us? എന്താ അവിടെ തന്നിരിക്കുന്നത്? യു ആർ ഫ്രം ഡിഫറെന്റ് ഫാമിലീസ്. നമ്മളെല്ലാവരും വ്യത്യസ്ത കുടുംബത്തിൽ നിന്നുള്ളതാ. സൊസൈറ്റീസ് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യത്തിൽ വളർന്നവരാ. ഞാൻ കോഴിക്കോടുകാരിയാണ്, നിങ്ങൾ ട്രിവാൻഡ്രമായിരിക്കും, മറ്റുള്ളവർ കണ്ണൂരായിരിക്കും, മറ്റുള്ളവർ നോർത്ത് ഇന്ത്യൻ ആയിരിക്കും, ചിലർ അബ്രോഡ് ആയിരിക്കും. അപ്പൊ സൊസൈറ്റി ഡിഫറെന്റ് ആണ്. ആൻഡ് കമ്മ്യൂണിറ്റി, നമ്മളെല്ലാവരും കമ്മ്യൂണിറ്റി ഡിഫറെന്റ് ആണ്. സംടൈംസ് ഹാവ് യു ഫേസ് മെനി സ്ട്രഗിൾസ് ആൻഡ് ഒബ്സ്റ്റേക്കിൾസ്. ചില സമയത്ത് നിങ്ങൾ ചില സ്ട്രഗിൾസ്, ബുദ്ധിമുട്ടുകളും ഒബ്സ്റ്റേക്കിൾസ്, തടസ്സങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടാകും? ഫേസ് ചെയ്തിട്ടുണ്ടാകും. ഇവിടെ എന്താണ് ഹാവ് യു എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ. ഹാവ് യു ഈറ്റൺ? നീ തിന്നോ? ഹാവ് യു റിട്ടൺ? നീ എഴുതിയോ? ഹാവ് യു ഫേസ്ഡ് എനി ഒബ്സ്റ്റേക്കിൾസ്? നീ വല്ല തടസ്സവും എന്താണ് ഫേസ് ചെയ്തിട്ടുണ്ടോ? ഹാവ് യു ലേൺ സംതിങ്? നീ എന്തെങ്കിലും പഠിച്ചോ? ഹാവ് യു എന്നുള്ളത് ചോദ്യമാണ്, ഇവിടെ ചോദ്യമല്ല. നീ ഫേസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ തിരിച്ചെഴുതണം. യു ഹാവ് ഫേസ്ഡ്. നീ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടുണ്ട്, നീ ബുദ്ധിമുട്ടുകൾ തടസ്സം നേരിട്ടിട്ടുണ്ട്. യു ഹാവ് ഫേസ്ഡ്. അടുത്തത് നോക്കിയേ. ഹു ഹാവ് ഹെൽപ്ഡ് യു ഓൺ? ഓൺ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെങ്കിലും മേലെ. ഇവിടുത്തെ ചോദ്യം എന്താണ്? അങ്ങനെയുള്ള സാഹചര്യത്തിൽ. ഇൽ എന്തിന്റെ ഉള്ളിലാണ്? അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്കിടയിൽ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇന്നാണ് എന്ത് ചെയ്യേണ്ടത്? വരേണ്ടത്. ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? മേലെ എന്നുള്ള അർത്ഥമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ, ഇൻ സച്ച് സിറ്റുവേഷൻസ്, അങ്ങനെയുള്ള സാഹചര്യത്തിൽ. ഇൽ എന്നുള്ളതിന്റെ എന്താണ്? ഒരു ഇൻസൈഡ് ഓഫ് സംതിങ് എന്നുള്ളത് നമ്മൾ എപ്പോഴും കൊടുക്കുക എന്താണ്? ഇന്നാണ്. അടുത്തത് നോക്കണേ ഇവിടെ. ഹെൽപ്ഡ്, എ ഫെയറി ഹെൽപ്ഡ്, ഒരു മാലാഖ സഹായിച്ചു. ഷീ ടു ചേഞ്ച്, അവളെ മാറ്റാൻ. ഷീ എന്ന് പറഞ്ഞ അവൾ, പക്ഷെ അവളുടെ എന്ന് പറയുമ്പോ എന്താണ്? അവളുടെ. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കും നമ്മള്? ഹെൽപ്ഡ് ഹർ, അവളെ സഹായിച്ചു. അവളെ സഹായിച്ചു. അവളെ സഹായിച്ചു. ടു ഹർ ഫോർച്യൂൺ, അവളുടെ ഭാഗ്യം മാറ്റാൻ. ദിസ് ഇസ് കറക്റ്റ്, അത് ശരിയാണ്. ഇവിടെ നോക്കണേ. ബട്ട് ബി എന്താണ്? സ്മോൾ ലെറ്റർ. ദ ബി ഷുഡ് ബി ക്യാപിറ്റൽ. ബി എന്തായിരിക്കണം? ക്യാപിറ്റൽ ആയിരിക്കണം. ബട്ട് ഇൻ റിയൽ ലൈഫ് ക്യാൻ വി എക്സ്പെക്ട് ഫെയറീസ് ടു ഹെൽപ്പ് us? നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ ക്യാൻ വി എക്സ്പെക്ട്, നമുക്ക് ഇതേപോലുള്ള മാലാഖമാരെ പ്രതീക്ഷിക്കാൻ പറ്റുമെന്നാണ് എന്ത് ചോദിക്കുന്നത്. ദ ഡിപ്പെൻസ്. ചിലപ്പോൾ മാലാഖമാരായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ സുഹൃത്തുക്കൾ വരും, നമ്മളെ വേറെ ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ വരാം. ദ ഡിപ്പെൻസ് അല്ലേ. നെക്സ്റ്റ് വൺ. When Appu come out of the house, Durga took a coconut shell. എന്താ പറയുന്നേ? When Appu come out of the house, അപ്പു വീട്ടിൽ നിന്നും വന്ന സമയത്ത്, പുറത്തേക്ക് വന്ന സമയത്ത്, ദുർഗ took a coconut shell. ദുർഗ എന്ത് ചെയ്തു? ഒരു കോക്കനട്ട് ഷെൽ എടുത്തു. Him from and expertly got the mix of oil and salt
into the mango slices. നോക്കണേ, നോക്കൂ. When Appu come out, come എന്ന് പറഞ്ഞ എന്താണ്? Present tense, we1. അവൻ വന്നപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം ഇവിടെ? കമ്മിന്റെ past tense ആണ് came. Came out of the house Durga. ദുർഗ എന്ന് പറഞ്ഞ പ്രോപ്പർ നൗൺ ആണ്. മിസ് നേരത്തെ പറഞ്ഞില്ലേ അൻവറ എന്ന് പറയുന്നത് പോലെ. ദുർഗ ക്യാപിറ്റൽ ലെറ്റർ നമ്മൾ ഇവിടെ കൊടുക്കണം. ഡി എന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ ആണ്. took a coconut shell. him from. him എന്ന് പറഞ്ഞ എന്താണ്? അവൻ. from അവനിൽ നിന്നാണ് നമ്മൾ പറയേണ്ടത്. ഇവിടെ എന്താണ്? ഡിസോർഡർ ആണ്. coconut shell from him അവനിൽ നിന്ന് എടുത്തു എന്ന് എഴുതണമെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? ഇവിടെ നമ്മളതിനെ നേരത്തെ തിരിച്ച പോലെ ഫ്രം ഹിം എന്ന് നമ്മൾ കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ. മിക്സ് ഓഫ് ഓയിൽ ആൻഡ് സാൾട്ട് ഇൻ ടു ദ മാംഗോ സ്ലൈസസ്. സ്ലൈസിന്റെ സ്പെല്ലിംഗ് എന്താ? നമുക്കറിയാം. എസ് ഉണ്ട്, എൽ ഉണ്ട്, ഐ ഉണ്ട്, CES. സി ആണ്, നോട്ട് എന്തല്ല SES. This is SLICES, slices. നമ്മൾ ചിലപ്പോൾ സ്ലൈസസ് എന്നൊക്കെ പറയും കുറച്ചല്ലേ. ഇറ്റ് ഈസ് എന്താണ്? ആക്ച്വലി ദ സൗണ്ട് ഇസ് സി. സ്ലൈസസ്, സ്ലൈസസ്. ഓക്കെ, സി ആണ് വരേണ്ടത്. നെക്സ്റ്റ് നോക്കിയേ, ദീദി. അയ്യോ, ഇവിടെ ദീദി ആണ്. ആർ യു ഗോ ഈറ്റ് ഓൾ ദ റെസ്റ്റ് യുവർ സെൽഫ്. ബാക്കിയുള്ളത് മുഴുവൻ നിങ്ങൾ കഴിക്കാൻ പോവാണോ? ആർ യു ഗോ എന്ന് വരില്ല. നമുക്കറിയാം are you going to eat? നിങ്ങൾ മുഴുവൻ കഴിക്കാൻ പോവാണോ? are you going to eat? നിങ്ങൾ കഴിക്കാൻ പോവാണോ? are you going to the hotel? നിങ്ങൾ ഹോട്ടലിലേക്ക് പോവാണോ? are you going to study? നിങ്ങൾ പഠിക്കാൻ പോവാണോ? are you going to eat your lunch? നിങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാണോ? are you coming with me? നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? so are you എന്ന് കഴിഞ്ഞാൽ എന്ത് വരണം? go വരൂല. ഗോന്റെ കൂടെ എന്ത് വരണം? നമ്മള് going, ing. going. Okay, so are you going എന്നാണ് എന്ത് ചെയ്യേണ്ടത്? വരേണ്ടത്. ഓക്കെ അല്ലേ? ദീദി, are you going to eat all the rest yourself? Is it clear? ഇപ്പൊ നിങ്ങൾ മനസ്സിലായല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള 6 റൂള് അല്ലേ? 6 റൂൾ ഫോംസ് ഉണ്ട് നമുക്ക്. ആ 6 റൂൾ ഫോംസ് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്തു? ക്വസ്റ്റ്യനിൽ നമ്മൾ അപ്ലൈ ചെയ്തു പഠിച്ചപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇങ്ങനെയാണ് എന്ത് ചോദ്യങ്ങൾ വരാം. നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ്സ് കിട്ടുന്ന സമയത്ത് നമ്മൾ അതിൽ മിസ്റ്റേക്സ് കണ്ടെത്തണമെങ്കിൽ എന്ത് വേണം? വി ഷുഡ് നോ ദ റൂൾസ്. നമ്മൾ റൂൾസ് അറിയണം. ഇപ്പൊ റൂൾസ് പഠിച്ചില്ലേ? ഇപ്പൊ സെറ്റ് അല്ലേ? ഇപ്പൊ എല്ലാം എന്താണ്? ജംഗ ജഗ ജഗായില്ലേ? സെറ്റ്. നമ്മുടെ പഞ്ചാബീസിൽ മുതലാളി ജംഗ ജഗ ജഗ എന്ന് രമണം വിളിച്ചു എന്ന മാതിരി ജംഗ ജഗ ജഗായില്ലേ? ഓക്കെ, സോ വി സ്റ്റോപ്പ് ഹിയർ. ഇനി ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യും? വേറെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് soon I will be back. Till that, you all had to wait for me. Okay? Thank you so much.